ഇന്ന് നമ്മൾ അർജുൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് കാത്തുവിൻ്റെ ചോറൂണാണ്. അർജുൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഈ മുടി എങ്ങനെ കിട്ടിയിട്ടും കാര്യമില്ല, കാരണം 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതഴിഞ്ഞു പോകും, ഒരു കാര്യമില്ല. അങ്ങനെ ഈ കമ്മലിടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ 2 കമ്മലിടാണ്ട് വേറൊരു കമ്മലിട്ടിട്ട് ഇങ്ങനെ നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9:30 തന്നെ ദേവ് തൃശ്ശൂർ വെയിറ്റ് ചെയ്യും, പക്ഷെ അവൾ 10 മണിക്ക് എത്തുള്ളൂ എന്ന് എനിക്കറിയാം. അത് അവൾക്ക് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ എപ്പോഴും വൈകി വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് 10 മണിക്ക് അവൾ ബെസ്റ്റ് ഫ്രണ്ട് സർക്കിളാണ് അവർ. നമ്മൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നമ്മൾ 4 പേരും 4 ദിക്കിലുള്ളവരാണ്. പക്ഷേ നമ്മുടെ ലൈഫിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. നമ്മുടെ ഇടയിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോൾ നാട്ടിലില്ല. നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് ഭാഗത്താണ് കേട്ടോ എത്തേണ്ടത്. പോകുന്ന വഴി ദേവുവിനെ പിക്ക് ചെയ്യണം. വന്നിട്ടുണ്ട് ആള്. വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഈ കാണിക്കുന്നത്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റാക്കി. ഇയാളൊരു ബോണ്ടയുടെ ഫെയറാണ്. ഞങ്ങൾ ക്യാൻറ്റീനിൽ ഒരു കടിച്ചാമുറിയത്തെ പോട്ട ഡെയിലി പോയി കഴിക്കുന്ന ഒരേ ഒരാളുകളായിരുന്നു. ഇയാളെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള വഴിയായിരുന്നു, 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇവിടെ എത്തിയിട്ടാ. ഇതാണ് അർജുൻ്റെ വീട്. ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ അമ്മു, അർജുൻ്റെ വൈഫാണ്. ഇതാണ് നമ്മുടെ കാത്തു. ഇതാണ് കേട്ടോ അർജുൻ. അങ്ങനെ കാത്തുവിന് ചോറ് കൊടുക്കുകയാണ്. അങ്ങനെ ചോറൂണൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ടൈയുള്ള ഫോട്ടോ ഇടാനാണ് ദേവ് പറഞ്ഞിരുന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾ ഇയാൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നെയ്മിങ് സെറമണി ആയിരുന്നു കേട്ടോ. താരു കൃഷ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നല്ല വെറൈറ്റി പേരായിട്ടുണ്ട്. പിന്നെ സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കിടിലൻ സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കാത്തൂനെയൊക്കെ കളിപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോരാൻ സമയമായിട്ടുണ്ട്. അർജുൻ്റെ അമ്മയാണിത്. പിന്നെ ജിഷ്ണുവിൻ്റെ അമ്മേനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോന്നു.